എൻസൈക്ലോവിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കാരുണ്യ ആരോഗ്യ സുരക്ഷാ ഇൻഷുറൻസുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. കാരുണ്യ ആരോഗ്യ സുരക്ഷാ ഇൻഷുറൻസ് പദ്ധതി വഴി സൗജന്യ ചികിത്സ നൽകിയതിന്റെ പണം കിട്ടാത്തതിനാൽ അടുത്ത മാസം മുതൽ പദ്ധതിയിൽ നിന്ന് പിന്മാറുകയാണെന്ന് സ്വകാര്യ മെഡിക്കൽ കോളേജ് മാനേജ്മെന്റുകൾ അറിയിച്ചിരിക്കുകയാണ്. ഓരോ കോളേജിനും 20-30 കോടി രൂപ വരെ നൽകാനുണ്ടെന്നാണ് മാനേജ്മെന്റ് അസോസിയേഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു വർഷത്തിലേറെയായുള്ള കുടിശ്ശികയാണിത്. കുടിശ്ശികയിൽ പകുതിയെങ്കിലും അനുവദിച്ചില്ല എങ്കിൽ പദ്ധതിയിൽ നിന്ന് പിന്മാറേണ്ടി വരുമെന്ന കാര്യം അവർ മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുകയാണ്. സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി കാരണം കാരുണ്യയുടെ കുടിശ്ശിക ബാങ്കുകൾ വഴി ആശുപത്രികൾക്ക് നൽകാനാണ് നേരത്തെ ബില്ല് ഡിസ്കൗണ്ട് രീതി ആവിഷ്കരിച്ചത്. ചികിത്സാ ചെലവ് കുടിശ്ശിക സഹിതം ബാങ്കുകൾ വഴി മെഡിക്കൽ കോളേജുകൾക്ക് കൈമാറുകയും പിന്നീട് ബാങ്കുകൾക്ക് പലിശ സഹിതം അത് സർക്കാർ മടക്കി നൽകുകയും ചെയ്യുന്ന രീതിയാണ് ബിൽ ഡിസ്കൗണ്ടിംഗ് ആവിഷ്കരിച്ചിരിക്കുന്നത്. ബാങ്കുകൾക്ക് നൽകേണ്ട പലിശയിൽ 5% വിഹിതം തങ്ങൾ വഹിക്കണമെന്നും മാനേജ്മെന്റുകൾ സർക്കാരുമായിട്ട് ധാരണയുണ്ടാക്കിയിരുന്നു. ഇതിൽ നിന്ന് സർക്കാർ പിന്നോക്കം പോയതോടുകൂടി ഇപ്പോൾ പണം കിട്ടാത്ത സാഹചര്യമാണ് അസോസിയേഷൻ പ്രസിഡന്റ് അനിൽകുമാർ വ്യക്തമാക്കിയിരിക്കുന്നത്. പഴയ രീതിയിൽ വല്ലപ്പോഴും ചെറിയ തുക തവണകളായിട്ട് ലഭിക്കുന്ന രീതി ഇപ്പോൾ കോടികൾ കുടിശ്ശികയായതോടുകൂടി ഡോക്ടർമാർ അടക്കമുള്ള ജീവനക്കാരുടെ ശമ്പളം നൽകുന്നതടക്കം കോളേജുകളുടെ നടത്തിപ്പ് തന്നെ പ്രതിസന്ധിയിലാണെന്ന് അവർ വ്യക്തമാക്കുകയാണ്. പണമില്ലാത്തതിനാൽ മരുന്നും ശസ്ത്രക്രിയാ ഉപകരണങ്ങളും യഥാസമയം വാങ്ങുവാനാകുന്നില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിലവിൽ ഇപ്പോൾ മെഡിക്കൽ കോളേജുകൾ അടക്കം 362 സ്വകാര്യ ആശുപത്രികളിൽ കാരുണ്യ ആരോഗ്യ പദ്ധതി വഴിയുള്ള ചികിത്സ നൽകുന്നുണ്ട്. കുടിശ്ശിക നൽകാത്തതിനാൽ സ്വകാര്യ ആശുപത്രികളിൽ പലതും പദ്ധതിയിൽ നിന്ന് പിന്മാറുകയാണ്. 43.07 ലക്ഷം കുടുംബങ്ങളിലായിട്ട് 7,88,794 പേരാണ് കാരുണ്യയുടെ ഗുണഭോക്താക്കളായിട്ടുള്ളത്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.